ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ജംഷഡ്പൂർ എഫ്സിക്കെതിരെയാണ് നടക്കുക. വരുന്ന ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ഈ മത്സരം അരങ്ങേറുക. ജംഷഡ്പൂരിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദൻ എസ്സിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിന് വരുന്നത്. എന്നാൽ മുഹമ്മദൻ എസ്സിക്കെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ പ്രതിരോധ നിര താരമായ ഹോർമി പാമിന് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. അതോടുകൂടി ഈ ISLൽ 4 യെല്ലോ കാർഡുകൾ അദ്ദേഹം പൂർത്തിയാക്കി. തുടർന്ന് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചു. ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ ഈ ഒരു ഡിഫൻഡർക്ക് കഴിയില്ല. എന്നാൽ അതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 4 പ്രധാനപ്പെട്ട താരങ്ങൾ ഇപ്പോൾ വിലക്ക് ഭീഷണിയിലാണ്. അതായത് 3 യെല്ലോ കാർഡുകൾ വീതം നേടിയ 4 താരങ്ങൾ ഇവിടെയുണ്ട്. ഈ താരങ്ങളിൽ ആർക്കെങ്കിലും ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിൽ യെല്ലോ കാർഡ് ലഭിച്ചാൽ പിന്നീട് നടക്കുന്ന പഞ്ചാബിനെതിരെയുള്ള മത്സരം നഷ്ടമാകും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട താരം അഡ്രിയാൻ ലൂണയാണ്. അദ്ദേഹം 3 യെല്ലോ കാർഡുകൾ വഴങ്ങിയിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ യെല്ലോ കാർഡ് ലഭിച്ചാൽ അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകും. അതുപോലെ തന്നെ നവോച്ച സിംഗ്, ഫ്രെഡി, ഡാനിഷ് ഫറൂഖ് ഈ 3 താരങ്ങൾക്കും 3 വീതം യെല്ലോ കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ഒരു യെല്ലോ കാർഡ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ താരങ്ങളെയെല്ലാം നമുക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾ എല്ലാവരും സൂക്ഷിച്ചു കളിക്കേണ്ട ഒരു സമയമാണ്. അടുത്ത മത്സരത്തിൽ പരമാവധി യെല്ലോ കാർഡ് വഴങ്ങാതിരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഈ താരങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് കാത്തിരിക്കുന്നത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 13 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 4 മത്സരങ്ങളിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.